ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമ്പഴങ്ങ അച്ചാറാണ്. അതിനായിട്ട് 1/2 കിലോ അമ്പഴങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അച്ചാർ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ അച്ചാർ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും അതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഉലുവയാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ കടുകും ഉലുവയും ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയൂടെ ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലപ്പൊടികൾ ചേർക്കുന്നതിന് മുൻപായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അമ്പഴങ്ങ ഓൾറെഡി ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്നാലും മസാലയിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഈ മസാല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഈ വിനാഗിരി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ വിനാഗിരി തിളച്ച് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന അമ്പഴങ്ങ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചേർത്ത് കൊടുത്ത അമ്പഴങ്ങയിലും മസാലയും വിനാഗിരിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിതിപ്പോൾ ഏകദേശം 3 മിനിറ്റോളം ഈ വിനാഗിരി ചേർത്ത മസാലയിൽ ഈ അമ്പഴങ്ങ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന അമ്പഴങ്ങ അച്ചാറാണ്. ഏകദേശം ചെറിയ തിള വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു അമ്പഴങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.